നീതി ഭരണം നടത്താത്ത അനീതി പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന രാജാവ് എഴുന്നേറ്റപ്പോൾ ഇസ്രായേൽ ജനത്തിന് പ്രതികൂലമായി ഇസ്രായേലിൽ ദൈവജനത്തെ നടുവിൽ അകൃത്യം പ്രവർത്തിക്കുന്ന പാപം പ്രവർത്തിക്കുന്ന ആഗാബിനോട് ദൈവത്തിന്റെ അല്ലപ്പാട് അറിയിക്കുവാൻ സ്തോത്രം സ്തോത്രം കടന്നു വന്ന് ദേശത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയായതുപോലെ രാത്രി ദേശത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സകല സഹോദരങ്ങളെ, സകല കുഞ്ഞുങ്ങളെ, സകല മാതാപിതാക്കളെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഉള്ളവരോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ കർത്താവേ സൗഖ്യം വിടുന്നില്ല കരം പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടഭാരങ്ങളാൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നദിയുടെ സ്തോത്രമേ, തലമുറകൾക്ക് വീണ്ടെടുപ്പ് കർത്താവേ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചുറ്റുവട്ടങ്ങൾ പാർക്കുന്ന എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ദേശത്തെ അനുഗ്രഹിക്കുമാറാകണമേ, ദേശത്തെ ഐക്യമാറാകണമേ, ശബ്ദം മുഴങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നദിയുടെ സ്തോത്രം. ദൈവമേ ദേശത്തെ അനുഗ്രഹിക്കും, സഹായിക്കും. നമ്മൾക്കായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. ആമേൻ. നമ്മളെ ഈ പ്രാവശ്യം ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആമേൻ വ്യാഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആമേൻ. നമ്മളെ സഹായിച്ച ഒരു ദൈവദാസനുണ്ട് ആമേൻ, ഡൽഹി ബിജു ഡേവിഡ് എന്ന് പറയുന്നത്. വളരെ അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ട് താനായിരിക്കും, തന്നൊരു കോൺട്രാക്ടറാണ്. ആമേൻ. അനേക ദൈവ വേലയ്ക്ക് വേണ്ടി അനേക ഇടങ്ങളിൽ ആമീൻ താൻ കടന്നു പോവുകയും അവർക്കൊക്കെ കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്ത നല്ലൊരു മനുഷ്യൻ. ആമേൻ. ദൈവിക ആമീൻ അരുളപ്പാടുള്ള മനുഷ്യൻ. ആമീൻ. വളരെ അസ്വസ്ഥതയാണ്, കഴിക്കുവാൻ കഴിയാതെ ഉറങ്ങാൻ കഴിയാതെ നാളുകളാൽ ഭാരപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ രാത്രികാലം ദൈവത്തിന്റെ അസാധാരണമായ കരം ആമീൻ ഹല്ലേലൂയ ദൈവദാസന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് ആമീൻ. നമുക്കറിയാം, നമ്മൾ ആമീൻ ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ക്ഷീണമുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു ദിവസം ഉറക്കമുളയ്ക്കുമ്പോൾ നമുക്കറിയാം. അവൻ ദിനങ്ങളാൽ നാളുകളാൽ ആമീൻ ആഴ്ചകളാൽ അങ്ങനെ ഉറങ്ങാതെ ആമീൻ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ നമുക്ക് ആമീൻ അറിയാം. ആമീൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരമായ പ്രിയ ദൈവദാസന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആമീൻ നമ്മുടെ കൂടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന നമ്മുടെ കൈക്കസ് ഭാഷ ആമീൻ 21 ദിവസക്കാലം താൻ ആ ദേശത്തിന് വേണ്ടി ആമീൻ ഹല്ലേലൂയ ദേശത്തെ ദൈവിക വേലയ്ക്ക് വേണ്ടിയൊക്കെ ജനത്തിന് വേണ്ടിയൊക്കെ ആമീൻ ഇടുമെന്ന ആമീൻ താൻ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടേണ്ടതിന്, തന്റെ ജീവിതത്തിലും വലിയ ആത്മീക ആമീൻ ഹല്ലേലൂയ വളർച്ച ഉണ്ടാകേണ്ടതിന്, കൃപാവരങ്ങളുടെ വളർച്ച ഉണ്ടാകേണ്ടതിന്, ഒരു വലിയ ആമീൻ ഹല്ലേലൂയ ഒരു പുതിയ സൃഷ്ടി അല്ലെങ്കിൽ ആമീൻ ഒരു പുതിയ ആമീൻ ഹല്ലേലൂയ ഒരു പൊന്നായി പുറത്തു വരുന്നത് പോലെ ആമീൻ ദൈവം ആമീൻ തന്നെ ആമീൻ ഉപയോഗിക്കേണ്ടതിന്, തന്നെ ഹല്ലേലൂയ ദൈവ കരങ്ങളിൽ എടുക്കേണ്ടതിന് നമുക്ക് ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വലിയൊരു കൂട്ടം ജനം അവിടെ കടന്നു വരുന്നുണ്ട്. ആമീൻ. കഴിഞ്ഞ ഞായറാഴ്ച ആമീൻ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുവാൻ സ്ഥലമില്ലാതെ ആമീൻ അത്രമാത്രം ജനം ആമീൻ അന്ന് വരെ ഹല്ലേലൂയ അതിന് മുമ്പ് വരെയും അത്രയും ജനങ്ങൾ അവിടെ വന്നിട്ടില്ല. ആമീൻ. ഞായറാഴ്ച ദിവസം ആമീൻ അതിനകത്ത് നമ്മൾ ഇരിക്കാൻ കഴിയാത്തോളം വലിയ ജനക്കൂട്ടം ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. ആമീൻ. അങ്ങനെ അവസാനം വരെയും ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ കൊണ്ടുവരേണ്ടതിന് അസാധാരണമായ ദൈവിക ആത്മാവിന്റെ സാന്നിധ്യം അതിനകത്ത് വെളിപ്പെടണം. ആള് വന്നു പാലിൽ കണ്ടുപോയെന്നല്ല, ആമീൻ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ആമീൻ. ഞായറാഴ്ചത്തെ ആമീൻ അവിടുത്തെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്തളങ്ങളിൽ നിന്ന് ആരാധിച്ച വ്യക്തികൾ ചിലര് ആത്മസാന്നിധ്യം കൊണ്ട് ഇറങ്ങി വെളിയിൽ പോയിട്ട് അതിന് ചുറ്റും ഓടി നടന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അകത്തളങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവാത്മാവ് ആ മനുഷ്യനെ എടുത്തെറിയുന്നത് പോലെ തന്നെ പുറത്ത് കൊണ്ടുപോയി താൻ അതിന് ചുറ്റും ഓടി നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, കൈയടിച്ച് ആരാധിക്കുക, തുള്ളിച്ചാടി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങണം അതിനകത്താണ്.
അവൻ ഇനിയുള്ള ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളെ അതിനകത്ത് തീ കത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ആമീൻ ആ മുട്രയിന്ന് കടന്നു വരുന്ന സുരേഖ ശേഷത്തിന്റെ കുഞ്ഞ് ആമീൻ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ അത്രയും ദൂരത്തുനിന്ന് കടന്നു വരുന്നവര്. ആമീൻ ഹല്ലേലൂയ. ആ കുഞ്ഞിന് തലവേദനയാൽ ചില നാളുകളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാറി മാറി ആമീൻ അവരുടെ വിദ്യാഭ്യാസത്തെ പോലും ആമീൻ തടസ്സം ചെയ്യുന്ന ആമീൻ ഒരു വ്യാപാര ശക്തിയാണത്. ഇന്ന് രാത്രികാലം ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ആമീൻ ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് രാത്രികാലം ഇതിനകത്തരങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ മഴക്കെടുതികളാൽ ഭാരപ്പെട്ട് ആമീൻ നമ്മളൊക്കെ സാധാരണപ്പെട്ടവരാണ്. ആമീൻ ഇങ്ങനെയുള്ള മഴ ആമീൻ ദിനം പ്രതി പെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം ഇന്നോളം ആമീൻ ഹല്ലേലൂയ നമ്മളെ പോറ്റുന്ന കൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പിന്നെയും നമ്മളെ ബലപ്പെടുത്തുവാൻ, പിന്നെയും നമ്മളെ ശക്തീകരിക്കുവാൻ ആമീൻ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങളൊന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമീൻ ഹല്ലേലൂയ. ഈ 3-4 വിഷയങ്ങളെ ഓർത്ത് നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ മത്തായി ബ്രദർ മുൻപോട്ട് കടന്നു വന്ന ഈ വിഷയത്തെ ആമീൻ മാത്രം വധിച്ച് ചുരുക്കവാചകങ്ങളിൽ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു. വിഷയങ്ങളോട് പ്രാർത്ഥിക്കാൻ ഈ സമയത്ത് ദേവദാസൻ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയം പ്രാർത്ഥന കർത്താവുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രികാലം ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതലുകൾ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിൽ മേലും കർത്താവ് കൈമാറുന്നതിനായി നമ്മൾ സ്തോത്രം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ ലഭിക്കും എന്നല്ല ലഭിച്ചു എന്ന് ഉറപ്പോടെ പ്രാർത്ഥിപ്പീൻ. ലഭിച്ചു എന്ന് ഉറപ്പോടെ പ്രാർത്ഥിപ്പീൻ എന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രികാലം ദൈവം പ്രവർത്തിച്ചു എന്ന വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ നമ്മൾ ചെയ്തു വരുന്നത് പോലെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ ഒക്കെ ആമേൻ ഹല്ലേലൂയ അല്പസമയങ്ങളിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ അവസരമുണ്ട്. കാരണം അവരൊക്കെ ആത്മീയമായി കയറി വരുവാൻ ഭാവിലും വളർന്നു വരുവാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അതിന് വലിയൊരു മുൻതൂക്കമായിരിക്കും. ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നമ്മുടെ മധ്യയിൽ ആമേൻ ഹല്ലേലൂയ ദേവസഭയുണ്ട്. ആമേൻ മുൻപോട്ട് കടന്നു വന്നു തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ആമേൻ ഹല്ലേലൂയ അല്പസമയം ദൈവത്തിന്റെ വചനം ആമേൻ ഹല്ലേലൂയ നമ്മളോട് ആമേൻ ഷെയർ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന് മുൻപിൽ താഴ്ത്തി കൊടുത്തുകൊണ്ടിരിക്കാം. അത് നമ്മളോട് സംസാരിക്കട്ടെ ഇന്ന് രാത്രി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പേരിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും സംശയരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാ മാനവ്യക്തികൾക്കും ദേവന്റെ സുഹൃത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ഈ തണുപ്പം ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അലർജിയുടെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് കൂടി സംസാരിക്കുവാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാക്യമെടുത്ത് വായിച്ച് അല്പം സംസാരിച്ചു കൊണ്ടിരിക്കുവാനാണ് ഞാൻ ഈ രാത്രികാലം ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയായിരിക്കാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമത്തിൽ ഇന്നത്തെ ഇന്ത്യക്കായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതിന് ദൈവം മോശയോട്,
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അറിയാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി എന്നെ വാഴ്ത്തുന്നു ശ്രദ്ധിക്കുന്നപ്പ. അങ്ങാകുന്നല്ലോ ജനവും അങ്ങയുടേതാകുന്നു. അതിൻ്റെ നാവിനോട് കൂടിയിരുന്നതിൻ്റെ മാലിന്യ ദിവസങ്ങളെ പറഞ്ഞുതരുക. അല്ലെങ്കിൽ കൃപ നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം മഹത്വമെടുക്കും സ്വതമുന്നേ ശുഭത്താവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇവിടെ നാം വായിച്ചു കേട്ടത് ഇസ്രായേൽ ജനത്തിനെ അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവം മോശയെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ മോശയോട് പറഞ്ഞു, നീ എൻ്റെ ജനമായ ഇസ്രായേലിൽ കഷ്ടതയുടെ നടുവിലായിരിക്കുന്നു, അവരെ വിടുവിച്ചു കൊണ്ടുവരാൻ നീ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോയി അവരോട് എന്ത് പറയണം? എന്നെ ആരാണ് അയച്ചിരിക്കുന്നത്? ഏത് നാമമാണ് എന്നെ അയച്ചിരിക്കുന്നത്? ആരാണ് എന്നെ അയച്ചിരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ ആശയം, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം? ദൈവനാമത്തിന് മാത്രം ഉണ്ടാക്കട്ടെ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ അയച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാക്കട്ടെ. നാം ഈ ദൈവത്തെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? സൗഖ്യമാണോ നാം ഈ ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സൗഖ്യദായകനായി നമ്മുടെ അരികിലേക്ക് വരും. നേരെ മറിച്ച് നാം സമാധാനമാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധാനപ്രിയനായവൻ നമ്മുടെ അരികിലേക്ക് വരും. ഇതാണ് ഈ ദൈവം. സകല ദേവന്മാരിലും വലിയവനായ ദൈവം. ഈ ദൈവത്തിന്റെ ദൗത്യം അല്ലെങ്കിൽ ജോലി തന്റെ ജനമാകുന്ന തന്നിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുക. ഇതാണ് ദൈവത്തിന്റെ അതാണ് വായിച്ച് നാം കേട്ടത്. സൗഖ്യത്തെ കുറിച്ചാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ സൗഖ്യദായകനായ അറിയുമെന്ന് നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. നാമത്തിൽ മാത്രമുണ്ടാകട്ടെ. എനിക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കിത് ഇച്ചിരി സഹിക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എൻ്റെ കാടിനെ ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ദൈവം എനിക്കൊരു വാക്യം തന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. അവൻ നിന്റെ ദൈവനാമത്തിൽ ഇതാണ് എനിക്ക് തന്ന വാക്യം. ദൈവനാമത്തിൽ ഈ വാക്യം എനിക്ക് വലിയ ധൈര്യപ്പെടുത്തി. അന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തോട് അനേക നേരം പ്രാർത്ഥിച്ച് ഞാൻ ധൈര്യപ്പെട്ട് അങ്ങനെ ഞാൻ പോയി. ഹല്ലേലൂയ. അന്ന് മുതൽ എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുടെ കാഠിന്യത്തെക്കുറിച്ച് ദൈവം തന്നിരിക്കുകയാണ്. എങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ 1.5 മാസം കൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തണുപ്പൊക്കെ കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഇവിടെ വരാനൊക്കെ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അങ്ങനെ അല്പസമയം ദൈവത്തിനും ചാരിപ്പാൻ ദൈവദാസൻ തന്നെ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കാലങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ട് വഴികളിൽ നടന്ന് ദൈവത്തിൻ്റെ സാധനങ്ങൾ അഭിവൃദ്ധികളിൽ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എൻ്റെ മുന്നിലുള്ള ആത്മീക നിലനിൽപ്പിന് വേണ്ടി എവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനം ഞാൻ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഒന്നും മറ്റൊന്നും. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ബേബി സഹോദരനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ആമീൻ. ഹല്ലേലൂയ. ദൈവം കൊടുത്തത് ഒരു മനുഷ്യന് പറയുവാൻ കഴിയുന്നത്. ആമീൻ. ദൈവം എന്താണ് നാവിൽ കൊടുത്തത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എല്ലാതൊന്നും പറയാൻ കഴിയത്തില്ല. ആമീൻ. അല്ലാതെ പറഞ്ഞാൽ അതൊന്നും ഇതില്ല, ശോഭിക്കും. ആമീൻ. ദൈവം കൊടുത്തു. ആമീൻ. ചില വാക്കുകൾ മാത്രം അത് ഇന്ന് രാത്രി കാലം നമ്മളിലേക്ക് കൈമാറുവാനിടയായി തീർന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ.
ഇതിലും അധികമായ നിലവാരത്തിൽ അധികമായ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി അനേക ഇടങ്ങളിൽ നിൽക്കാൻ ആമീൻ ദൈവം കൃപ കൊടുക്കേണ്ടതിന്, ആമീൻ ബലം കൊടുക്കേണ്ടതിന്, ദൈവ സാന്നിധ്യം നമ്മൾ കൂടിയിരിക്കേണ്ടതിന് ആമീൻ നമ്മുടെ പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി കാലം പ്രിയ ദൈവദാസനോട് ആഗ്രഹങ്ങളുണ്ട്. ആമീൻ ഹല്ലേലൂയ. ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. ആ തമ്പുരാൻ നിവർത്തിച്ചു കൊടുക്കും. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് അല്പസമയങ്ങളുടെ ദൈവസന്നിധിയിലിരുന്ന ആമീൻ ദൈവവചനത്തെ ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി പോവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഓ വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടും. ഓ വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോ നീരാവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോ നീരാവൻ തുടയ്ക്കും. ഓ വാഴ്ത്തോട്ടം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ. ഓ വാഴ്ത്തോട്ടം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ. ആരോഗ്യമില്ല വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾ പോലും മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾ പോലും മാറ്റമില്ല. നിനക്കാരുന്നു അവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോ നീരാവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോ നീരാവൻ തുടയ്ക്കും. ആമേരോഗങ്ങളാക്കി വലയുകയോ താരങ്ങളാക്കി തളരുകയോ. രോഗങ്ങളാക്കി വലയുകയോ താരങ്ങളാക്കി തളരുകയോ. അടുപ്പിടരാലവൻ വചനമയച്ചു നിന്നെ നിയോഗിച്ചിടോ. അടുപ്പിടരാലവൻ സൗഖ്യം തരോ. വചനമയച്ചു നിന്നെ ഓ നിനക്കാരുന്നു അവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോ നീരാവൻ തുടയ്ക്കും. ആപി കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ടോ നീരാവൻ തുടയ്ക്കും. ഓ വഴിയൊരുക്കും അവൻ ആഴികളിൽ ഓ വലം കൈ പിടിച്ചെന്നെ. വിശ്വാസത്തോടെ
I
സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ നമുക്ക് ആമേൻ അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കാം. ഹല്ലേലൂയ. കടന്നു എല്ലാ പ്രിയപ്പെട്ടവരും ഒരു വാക്കുകൂടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ആമേൻ അല്പസമയം കൂടെ ദൈവസാഹല്യ പകലത്തിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. ആമേൻ ഇന്ന് രാത്രികാലം അതിനാധാരമായി നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിന്റെ ഹല്ലേലൂയ 90 ആമേൻ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം 8 ഹല്ലേലൂയ അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. 98 1-ാം വാക്യം. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവേൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു ആമേൻ ദൈവിക വചനം സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകുവാനിടയായിട്ടുണ്ട്. മൗനമായിരിക്കാനല്ല, ആമേൻ ഹല്ലേലൂയ സുസ്ഥമായിരിക്കാനല്ല, ആമേൻ അടങ്ങിയിരിക്കാനല്ല. ദൈവത്തിന്റെ ആത്മാവിടെ പറയുന്നു യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടണം. ഹല്ലേലൂയ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് ചെയ്യണം. ഹല്ലേലൂയ. ഇന്നലെ നീ ആരാധിച്ചതുപോലല്ല, ഇന്നലെ നീ സ്തോത്രം ചെയ്തതുപോലെയല്ല, ഇന്നലെ നീ പ്രാർത്ഥിച്ചതുപോലെയല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ ഇന്ന് ഗ്ലോറി ഹല്ലേലൂയ ഒരു പുതിയ പാട്ടോടെ, ഇന്ന് ഒരു പുതിയ പ്രാർത്ഥനയോടെ, ഇന്ന് ഒരു പുതിയ അന്യഭാഷയോടെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അടുത്ത വാക്യം പറയുന്നു അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ജീസസ് ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് നമ്മളെ അവൻ ടച്ച് ചെയ്യുന്നത്. അവൻ പറയുന്നു അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മള്? ഹല്ലേലൂയ. ആമേൻ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും ആമേൻ യുദ്ധങ്ങൾ ജയിക്കുമ്പോൾ ദാവീദ് നീ മൗനമായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശൗലേ നീ യുദ്ധങ്ങൾ ഹല്ലേലൂയ ചെയ്തവനാണ്. ആമേൻ യുദ്ധങ്ങൾ ജയിക്കുമ്പോൾ നീ മൗനമായിട്ടിരിക്കുന്നു. ആമേൻ. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ മൗനമായിട്ടിരിക്കത്തില്ല. ആമേൻ ഞങ്ങൾ ചെയ്യും. ആമേൻ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ചെയ്യും. ആമേൻ ഹല്ലേലൂയ അത്യുച്ചത്തിൽ ഉയർത്തും. ഹല്ലേലൂയ. കാരണം ആമേൻ ഈ യുദ്ധത്തെ ജയിപ്പിച്ചു തന്നത് സ്വർഗമാണ്. ആമേൻ ഹല്ലേലൂയ. ഈ ജയം എനിക്ക് തന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ മറുപടി തന്നത് സ്വർഗമാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാതിരിക്കത്തില്ല, ഞാൻ അവന് മഹത്വം കരട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ അവന് ഒരു പുതിയ പാട്ട് പാടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പുതിയ പാട്ട് പാടാൻ? ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പുതിയ പാട്ട് പാടുവാൻ വല്ല വാഹയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? ജീസസ്. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു ഒരു പുതിയ പാട്ട് നിങ്ങൾക്ക് പാടാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതൽ കർത്താവ് തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മനസ്സാക്ഷിയെ ആമേൻ ഹല്ലേലൂയ ഒന്ന് ആമേൻ ഹല്ലേലൂയ ഓർമ്മിച്ചുകൊണ്ട് ആമേൻ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പറയാൻ കഴിയുമോ ആമേൻ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഈ പുൽപ്പറ്റിൽ നിൽക്കുന്ന എനിക്ക് പറയാൻ കഴിയും ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. കാരണം ആമേൻ ഹല്ലേലൂയ എന്നെ പോലെ സമപ്രായക്കാർ അല്ല, എന്നെ പോലെ പ്രായം കുറഞ്ഞവർ, എന്നെക്കായി പ്രായമുള്ളവർ എത്രയോ പേർ ഹല്ലേലൂയ ഈ സന്ധ്യാസമയം ആമേൻ ഹല്ലേലൂയ ഇന്നത്തെ രാത്രിയ സന്ധ്യ സൂര്യ ഉദയം ആമേൻ അസ്തമയം കാണുവാൻ കഴിയാതെ എത്രയോ കുടുംബങ്ങളിൽ ആമേൻ എത്രയോ പ്രിയപ്പെട്ടവർ ആമേൻ ഹല്ലേലൂയ മൺമറഞ്ഞു മാറിയപ്പോൾ ഹല്ലേലൂയ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ പ്രിയപ്പെട്ടവർ ചിതയിലേക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ കത്തി അമർന്നപ്പോൾ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എനിക്ക് പറയാൻ കഴിയും എനിക്കൊരു പുതിയ പാട്ട് പാടാൻ കഴിയും. കാരണം ജീവനുള്ള ദേശത്ത് പിന്നെയും ഒരു ജീവനുള്ള ദേഹിയായി അവൻ ബലത്തോടെ നിർത്തിയ കർത്താവ് അവൻ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവന് പുതിയ പാട്ട് ഞാൻ പാടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഇന്ന് രാത്രികാലം പറയാൻ പറ്റുമോ നമുക്ക്? ആമേൻ. ഹല്ലേലൂയ. ഒരു ചെറിയ പനി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഘടകം തിരിഞ്ഞാൽ മതിയാണ്. നമുക്കൊക്കെ പനി വന്നവരാ, നമ്മളൊക്കെ പനിയുടെ അസ്വസ്ഥതയാ, ചില ദിവസങ്ങളിലൊക്കെ ഭാരപ്പെട്ടവരാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ കൈയുടെ ബലമല്ല, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ ബാങ്കിൽ ഡിപ്പോസിറ്റ് കിടക്കുന്നത് കൊണ്ടൊന്നുമല്ല. ആമേൻ. തമ്പുരാൻ നമ്മളോട് കൃപ കാണിച്ചത് കൊണ്ടാ. ആമേൻ. ആ പനിയൊന്ന് ഹല്ലേലൂയ ആമേൻ തകിടം മറിഞ്ഞായിരുന്നെങ്കിൽ, ആമേൻ ഒന്ന് തിരിഞ്ഞായിരുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ നിന്ന് പുറത്തു വരാതെ അവൻ അകത്തളങ്ങളിൽ കിടക്കേണ്ട, ഐസിയുവിലും വെന്റിലേറ്ററിലും കിടക്കേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ വന്നേനെ. ഇന്ന് രാത്രികാലം അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൻ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, അവരുടെ ജീവിതത്തിൽ വിടുതലുകളെ തന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ ഈ പുതിയ പാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ അവിടെ പറയുന്നു. ആമേൻ. ഒരു പുതിയ പാട്ട് പാടുവീൻ. ഹല്ലേലൂയ. ആഹ്വാനം ചെയ്യുക. ആമേൻ. നിങ്ങൾ മറന്നു പോകാതെ, ആമേൻ, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ മറന്നു പോകാതെ, നിങ്ങൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകാതെ, ആമേൻ ഹല്ലേലൂയ ആമേൻ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളൊന്ന് പുറകോട്ട് നോക്കുക. ആമേൻ. ദൈവം നിങ്ങളെ നടത്തിയ, നിന്റെ തലമുറയെ നടത്തിയ, ആമേൻ ഹല്ലേലൂയ ഈ വലിയ പ്രതിസന്ധികളും നടുവിലും, ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചപ്പോഴും നിന്റെ കരത്തിൽ പിടിച്ചവൻ നടത്തിയില്ലേ? അവൻ നിന്നെ സ്നേഹിച്ച് നടത്തിയില്ലേ? ആമേൻ ഹല്ലേലൂയ. നിന്റെ അടുത്തിരുന്നവർ, നിന്റെ കൂടെ നടന്നവർ, എത്രയോ പേർ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് ആയപ്പോൾ ആമേൻ സ്വർഗം നിന്നെ നടത്തിയില്ലേ? സ്വർഗം നിന്നെ ഹല്ലേലൂയ സൂക്ഷിച്ചില്ലേ? ഇന്ന് രാത്രികാലം പുതിയ പാട്ട് പാടാം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വലിയ മഴയുടെ ഈ കെടുതികളുടെ സമയത്തും ഒരു നേരത്തെ അന്നം മുട്ടുവരാതെ, ആമേൻ, സ്വർഗത്തിലെ ദൈവം കാക്ക കുഞ്ഞുങ്ങൾക്കും അതാതിന്റെ സമയത്ത് കൊടുക്കുന്നത് പോലെ, ആമേൻ, നിന്റെ ഭവനത്തിൽ ദൈവം തന്നില്ലേ? ആമേൻ, അതിനുള്ളതായിരുന്ന സാഹചര്യങ്ങൾ നിനക്ക് ഒരുക്കി തന്നില്ലേ? ഇന്ന് രാത്രികാലം അടങ്ങിയിരിക്കാനാണോ? ആമേൻ, പുതിയ പാട്ടോട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ. അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന കാണും. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച വിഷയങ്ങൾ കാണും, മറ്റൊരാളുടെ അടുത്ത് പറയുവാൻ കഴിയാത്ത. ആമേൻ. നമ്മൾ ഭാരപ്പെട്ട്, നമ്മൾ ഹല്ലേലൂയ വല്ലാതെ തേങ്ങിക്കരഞ്ഞ വിഷയങ്ങൾ കാണും. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ തേങ്ങിക്കരഞ്ഞ വിഷയങ്ങളുടെ മുൻപിൽ, ആമേൻ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ് കുഞ്ഞെ നമ്മളെ നിന്നിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ കൃപയാണ്, അവന്റെ കരുണയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. കഴിഞ്ഞ ഞായറാഴ്ച ആമേൻ ഹല്ലേലൂയ ആവണീശ്വരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഒരു കൂട്ടം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തന്മാർ ഇങ്ങനെ ഇരിക്കും. ഒരു കൂട്ടം ആമേൻ ആമേൻ വലിയൊരു കൂട്ടം, ഒരു ആമേൻ സംഘമായിട്ടിരിക്കുകയാ. ആമേൻ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിനക്ക് വിടുതൽ വേണമോ? ആമേൻ. നിനക്ക് ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കണമോ? ആമേൻ. നീ ഒന്ന് ഇറങ്ങി വാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ ഒന്ന് താഴെ, നീ ഒന്ന് ഇറങ്ങ. ആമേൻ. നീ ഒരു പുതിയ പാട്ട് പാടാൻ നീ ഒന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുക. ആമേൻ. ദൈവം ചെയ്തത് ഓർത്ത് നീ ഒന്ന് സ്തുതിക്കാൻ നീ ഒന്ന് തുടങ്ങുക. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. ദൈവപ്രവൃത്തി പിന്നെയും നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ മതിയായവനാണ്. അവൻ നിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ അവൻ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഹല്ലേലൂയ ഇതെല്ലാം നമ്മളങ്ങ് മറക്കുമോ? നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഓരോ മണിക്കൂറും ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ യേശു സുവിശേഷത്തിൽ പറയുന്നത്, നാളത്തെ കുറിച്ച് എന്ത് ചെയ്യണ്ട?
നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കുഞ്ഞെ, നാളത്തെ ദിവസത്തെ കുറിച്ച് നീ അല്ല തീരുമാനിക്കുന്നത്, നാളത്തെ കുറിച്ച് തീരുമാനിക്കുന്നത് ഞാനാണ്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നീ നാളെ ബലത്തോടെ ഇരിക്കണമോ ഇരിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ആമേൻ, തമ്പുരാനാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, നാളത്തെ കുറിച്ച് നീ എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട, നീ അതിനെ കുറിച്ച് വ്യാകുലപ്പെടണ്ട, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം സ്വർഗം നമുക്ക് ഇന്ന് ഈ ഒരു നിമിഷം, ആമേൻ, അടുത്ത സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടന്നു പോകുന്നവർ, ആമേൻ, ഹല്ലേലൂയ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ, ആമേൻ, യാത്രയിലായിരിക്കുന്നവർ, ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ, സെക്കൻഡ് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഈ ലോകം വിട്ട്, ആമേൻ, മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രികാലം, ആമേൻ, തമ്പുരാന്റെ പാദപീഠത്തിൽ നീ ഇറങ്ങി വന്ന് നെടുമ്പാട് വീണ് നീ പറ, എനിക്കൊരു പുതിയ പാട്ട് പാടാനുണ്ട്. ആമേൻ, സ്വർഗ്ഗം എന്നെ ബലത്തോടെ ഈ നിമിഷവും നിർത്തിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എനിക്ക് അത്ഭുതം ചെയ്തിരിക്കുന്നു. അടുത്തത് അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ജയം നേടിത്തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ശത്രു നിന്റെ നേരെ വെല്ലുവിളിച്ചു നിന്നപ്പോ, ശത്രു നിന്റെ നേരെ, ആമേൻ, ഹല്ലേലൂയ, ആയുധമായി നിന്നപ്പോ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ്, ആമേൻ, നിന്നെ, ആമേൻ, ഹല്ലേലൂയ, മുടിച്ചു കളയുമെന്ന് പറഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. വെല്ലുവിളിച്ചിരുന്നതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് സങ്കീർത്തനക്കാരൻ കൂടി പറയുകയാണ്, അവൻ എനിക്ക് എന്ത് ചെയ്തു? ജയം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ആമേൻ, ഒരിക്കൽ, ആമേൻ, ഹല്ലേലൂയ, ശൗലിന്റെ കൊട്ടാരത്തിനകത്തളങ്ങളിൽ ദാവീദ്, ആമേൻ, ഹല്ലേലൂയ, ശൗലിന്റെ, ആമേൻ, ജീവിതത്തിൽ അകത്തളങ്ങളിൽ വന്ന ദുരാത്മാവിനെ, ആമേൻ, ഹല്ലേലൂയ, അതിനെ, ആമേൻ, അടക്കിക്കളയാൻ, അല്ലെങ്കിൽ അതിനെ ദൂരീകരിച്ചു കളയാൻ, ആമേൻ, ഹല്ലേലൂയ, കിന്നരം വായിച്ചു പാട്ടുപാടാൻ ദാവീദ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, രാജകൊട്ടാരത്തിനകത്തളങ്ങളിൽ വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദുരാത്മാവിന്റെ ശക്തി ശൗലിന്മേൽ വ്യാപരിച്ചിട്ട്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ശൗലിനെ കൊന്നുകളയാൻ, ഹല്ലേലൂയ, ദാവീദിനെ കൊന്നുകളയാൻ, ഹല്ലേലൂയ, അവനെ തകർത്ത് കളയാൻ ശൗൽ പലപ്പോഴും കുന്തമായി അവന്റെ മുന്നിലേക്ക് എടുത്തിയാടി വന്ന സന്ദർഭങ്ങളുണ്ട്. അവൻ ഭിത്തിയോട് ചേർത്ത് കുത്തി, ആമേൻ, ഹല്ലേലൂയ, കൊന്നുകളയാൻ, ഹല്ലേലൂയ, ഗുഹയ്ക്കകത്തളങ്ങളിലും, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ പല ഇടങ്ങളിൽ അവനെ തകർത്ത് കളയാൻ, ആമേൻ, ഹല്ലേലൂയ, ശൗൽ, ഹല്ലേലൂയ, മുൻപോട്ട് വന്ന ചില സമയങ്ങളുണ്ട്. ആമേൻ, ആ സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അവന് ജയാളിയായി, ആമേൻ, ഹല്ലേലൂയ, അവനെ സംരക്ഷകനായി കൂടെ ഇരുന്ന് അവനെ അതിൽ നിന്ന് ജയം നേടിക്കൊടുത്ത ദൈവമുണ്ട്. അതുകൊണ്ട് ദാവീദിന് ചോദിച്ച ദാവീദ് പറയും, പല സന്ദർഭങ്ങളിലും എന്നെ ശത്രു തകർത്ത് കളയാൻ നോക്കിയ സ്ഥാനത്ത് നിന്ന് തമ്പുരാൻ എനിക്ക് ജയം നൽകി. ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, ആമേൻ, ശത്രു നിന്നെ പല മേഖലകളിൽ തകർത്ത് കളയാൻ ഉന്നം വെച്ചപ്പോൾ, അല്ലെങ്കിൽ അത് വാഹന അപകടത്തിലായിരിക്കാം, ആമേൻ, അത് മറ്റ് ഏതെങ്കിലും മേഖലകളിലായിരിക്കാം, ആമേൻ, നിന്നെ തകർത്ത് കളയാൻ, അത് നിന്റെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ആമേൻ, ഹല്ലേലൂയ, ഏത് വിധേനയും നിന്നെ തകർത്ത് കളയാൻ ശത്രു പദ്ധതിയിട്ട സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ ജയത്തോടെ, അവൻ നിന്നെ ആ ശത്രുവിന്റെ മുൻപിൽ നിന്ന് ജയത്തോടെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രികാലം അവന് പുതിയ പാട്ട് പാടാൻ ഇന്ന് രാത്രികാലം വന്ന് അവൻ ഇറങ്ങി വാ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവൻ ജയം, ആമേൻ, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, അവൻ ജയം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു ജയം കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവം വലിയൊരു ജയത്തെ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് വായിക്കാം, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം അതിന്റെ, ഹല്ലേലൂയ, 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതൽ 1-2 വാക്യം വായിക്കാം.
അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ. അവിടെ വായിച്ചത് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. അന്ന് ഈ തിരുവചനം ഇല്ല. ആമേൻ, അന്ന് ജനത്തിന് വചനം, ദൈവത്തിന്റെ ജീവനും ചൈതന്യമുള്ള വചനം ലഭിച്ചിട്ടില്ല. അതിന് പകരം ആമേൻ തമ്പുരാൻ ഒരുത്തരെ എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ ജനസമൂഹത്തെ ആമേൻ ഹല്ലേലൂയ വിടുവിക്കാൻ, ഒരു വലിയ ജനസമൂഹത്തിന് മധ്യസ്ഥ അടയ്ക്കാൻ, ആമേൻ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ, അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കാൻ ആമേൻ ഒരു വ്യക്തിയെ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കുകയാണ്. ആ മനുഷ്യനാണ് മോശ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് നയിച്ചു കൊണ്ടുവരുന്ന ഏകദേശം 6 ലക്ഷം ജനത്തെ ഹല്ലേലൂയ ഒരു മനുഷ്യനാണ് നയിച്ചു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ അത് ജനത്തോട് സംസാരിക്കുവാനിടയായി തീരും. അങ്ങനെ അവർ മരുഭൂമി വഴി വരുമ്പോൾ ഹല്ലേലൂയ ചെങ്കടലിന്റെ ആമേൻ അടുക്കലേക്ക് അവരെത്തുകയാണ്. ചെങ്കടലിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഒരുപാട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇറങ്ങി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ആമേൻ ഹല്ലേലൂയ. അവർ വരുന്നത് ഒരു ആമേൻ അനുഗ്രഹത്തിലേക്കാണ്. അവർ വരുന്നത് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ പിതാക്കന്മാർ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ പിതാക്കന്മാർ കാലുകുത്തിയ ആമേൻ അനുഗ്രഹത്തിന്റെ ദേശത്തേക്കാണ്. ആമേൻ ഈ ദേശത്തേക്ക് കടത്തിവിടാതിരിക്കാൻ, ഈ ദേശത്തേക്ക് ആമേൻ കൊണ്ടുവരാതിരിക്കാൻ ആമേൻ ഒരു അന്ധകാര ശക്തി, ആമേൻ ഹല്ലേലൂയ ഒരു വ്യാപാര ശക്തി ഹല്ലേലൂയ ഈ ജനത്തെ തകർത്ത് കളയാൻ ചുറ്റിയടിച്ച് അവരെ കൊണ്ടുവന്ന് അവൻ ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ടുവരാനിടയായിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഇപ്പോൾ 6.5 ലക്ഷം ജനം നിൽക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആർത്തിരുമ്പുന്ന കടൽ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അടങ്ങാത്ത തിരമാലകൾ. ഹല്ലേലൂയ. ആമേൻ പൊങ്ങിയടിക്കുന്ന, വീശിയടിക്കുന്ന ആമേൻ ഹല്ലേലൂയ ചെങ്കടലാകുന്ന ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വലിയ ജനക്കൂട്ടം വന്ന് നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തോട് ചോദിച്ചാൽ അവരെ പറയും, നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ പറയും, ആമേൻ ഹല്ലേലൂയ കാനാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശത്തേക്ക് അവൻ ഞങ്ങളെ അയക്കാമെന്ന് ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. അത് ഇന്ന് ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ട്. ആ ആമേൻ ആലോചന അനുസരിച്ച് ഞങ്ങൾ വരികയാണ്. ആമേൻ ആമേൻ ആമേൻ. നന്മയിലേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ പ്രതികൂലത്തിന്റെ ശക്തി അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. ആമേൻ. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് ആമേൻ പുറകിൽ നിന്ന് ഒരു വലിയ വൻ സൈന്യം അവർക്ക് നേരെ വരികയാണ്. യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. മുൻപിൽ പ്രതികൂലമാകുന്ന ചെങ്കടൽ. ആമേൻ. രക്ഷപ്പെടാൻ കഴിയാത്ത ആമേൻ ഹല്ലേലൂയ അനേകരെ മുക്കിക്കളഞ്ഞ, അനേക കപ്പലുകളെ മുക്കിക്കളഞ്ഞ, അനേക ആമേൻ വ്യക്തികളെ നശിപ്പിച്ചു കളഞ്ഞ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അടിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു വലിയ ചെങ്കടലിന് മുൻപിൽ ഒരു കൂട്ടം ജനം നിൽക്കുമ്പോൾ അവർ പുറകോട്ട് നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ച ആമേൻ ഒരു വലിയ സൈന്യം, ഫറവോൻ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ആമേൻ ഹല്ലേലൂയ ഒരു വലിയ അന്ധകാരത്തിന്റെ ശക്തി ഹല്ലേലൂയ അവരെ തകർത്ത് കളയുവാൻ ആമേൻ ഹല്ലേലൂയ കുതിരകളും ആമേൻ ആമേൻ ഹല്ലേലൂയ രഥങ്ങളും വാളുകളും ആമേൻ കുന്തങ്ങളുമായി പുറകിൽ ആമേൻ അവരെ തകർത്ത് കളയുവാൻ കടന്നു വരുന്നതായി നമുക്ക് അവരുടെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർ നിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വസ്ഥതയ്ക്കും വകയില്ല. ആമേൻ ഒരു സമാധാനത്തിനും വകയില്ല. ആമേൻ അങ്ങനെ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ആമേൻ മോശയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതാണ് ആമേൻ നമ്മൾ വായിച്ചത് 14:13 വായിച്ചാൽ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ
ആമേൻ നീ ഉറച്ചു നിൽക്കുക. ആമേൻ നീ ഭയപ്പെടാതെ, നീ ഭീരുവായി പോകാതെ, ആമേൻ നീ ഭ്രമിച്ചു പോകാതെ, ആമേൻ പത്രോസിനെ പോലെ നീ ഭയന്നു പോകാതെ നീ ഉറച്ചു നിൽക്കുക. ആമേൻ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ അരുളപ്പാട് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകത്തിൽ കൂടി അരുളപ്പാട് കൊടുക്കുകയാണ്. തമ്പുരാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. നീ ആമേൻ ഹല്ലേലൂയ ഏത് വിഷയത്തിന്മേലാണോ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കരയുന്നത്, ആ വിഷയത്തിന്മേൽ ഇന്ന് തമ്പുരാൻ ചെയ്യാൻ പോകുന്നത്. നാളെയല്ല, മറ്റന്നാളല്ല, ആമേൻ ഒരു മാസം കഴിഞ്ഞല്ല. അവിടെ മോശയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ പറ. ഇന്ന് ആമേൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. യഹോവ പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന രക്ഷ എന്ത് ചെയ്തു നിങ്ങൾ കണ്ടുകൊള്ളുക. ഒരു ആമേൻ ഹല്ലേലൂയ സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. നിനക്ക് ഒരു സാധ്യതയും കാണത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ. ആമേൻ. അസാധ്യമെന്ന് നീ വിചാരിക്കും, പക്ഷേ ആമേൻ എനിക്കത് അസാധ്യമല്ല, ഞാൻ അത് സാധ്യമാക്കുന്നവനാണ്. ആമേൻ. ഇന്ന് നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. ജനത്തെ ഉറപ്പിക്കുകയാ. വായിച്ചു. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള ഇസ്രായേലിനെ ഇനി ഒരുനാൾ കാണുകയില്ല. ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ആമേൻ. നിങ്ങളോട് പ്രതികരിച്ചു നിൽക്കുന്ന, നിങ്ങളെ തകർത്ത് കളയാൻ, നിങ്ങളെ ഇല്ലാതാക്കി കളയാൻ, ഹല്ലേലൂയ നിന്റെ നന്മയെ ആമേൻ ഹല്ലേലൂയ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ്, ആമേൻ നീ ആ നന്മയിലേക്ക് ഇറങ്ങിച്ചെല്ലത്തില്ലെന്ന് പറഞ്ഞ്, ആ നന്മ നിന്റെ കയ്യിലേക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ്, ആമേൻ നിന്നെ വെല്ലുവിളിച്ച് തകർത്ത് നിൽക്കുന്ന ശക്തിയെ അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ഞാൻ ഹല്ലേലൂയ ഇന്ന് ഞാൻ അതിനെ എന്ത് ചെയ്യും? ആമേൻ ഹല്ലേലൂയ തകർത്ത് കളയാനിടയായി തീരും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? ആമേൻ. ഹല്ലേലൂയ. ചില നാളുകളാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തേ മറുപടി ലഭിക്കാത്തത്? ആമേൻ. എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തേ ആമേൻ ഹല്ലേലൂയ അതിനൊരു ആമേൻ ഹല്ലേലൂയ പ്രവൃത്തി കാണാത്തത്? ആമേൻ. എന്തേ കർത്താവേ എന്ന് പറയുന്ന നീറി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. ആമേൻ. ധൈര്യപ്പെട, ഉറച്ചു നിൽക്ക. ആമേൻ. ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് നീ കണ്ടിട്ടുള്ള, ഈ നിമിഷം നീ കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ, ഹല്ലേലൂയ ആ ശക്തിയെ, ആമേൻ ആ പ്രതികൂലത്തെ ഇനിയും നീ ഒരിക്കലും, ആമേൻ ഇനിയും നീ ഒരിക്കലും അത് ഇനിയും നിന്നെ ഒരിക്കലും തകർത്ത് കളയാൻ വരാതെവണ്ണ, അത് ഇനിയും നിന്നോട് ഒരിക്കലും വെല്ലുവിളിക്കാതിരിക്കത്തക്കവണ്ണ, ഹല്ലേലൂയ അതിനെ തകർത്ത് കളയാൻ പോകുന്ന ദിനമാണ് ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. സ്തോത്രം പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ ആമേൻ പലപ്പോഴും രോഗങ്ങളിട്ട്, ആമേൻ ജീവിതത്തിൽ പലപ്പോഴും സമാധാനക്കേട് വരുത്തി, ആമേൻ സ്വസ്ഥതയില്ലാതാക്കുന്ന, ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്യണം കർത്താവേ എന്ന് പറയുന്ന നീറി പുകഞ്ഞു നിൽക്കുന്ന, ആമേൻ ഹല്ലേലൂയ ജീവിതങ്ങളോട് ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയാം. ഹല്ലേലൂയ. നിനക്കെതിരെ ആമേൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില പരമോടിയ ശക്തിയെ, ആമേൻ ചില പരമോണ ശക്തിയെ, ആമേൻ ഹല്ലേലൂയ നിന്നെ നിന്ദിക്കുന്ന, നിന്നെ പരിഹസിക്കുന്ന, നിന്നെ തകർത്ത് കളയാൻ നിൽക്കുന്ന, നിന്റെ നന്മയെ ഇല്ലാതാക്കി കളയാൻ നിൽക്കുന്ന ചില പരമോണ ശക്തിയെ അവൻ തകർത്ത് കളയുന്ന ദിനങ്ങൾ അടുത്ത് നിൽക്കുന്നു. ആമേൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ എന്ത് ചെയ്യും? നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. നിങ്ങൾ ആരുടെയും ആമേൻ മുൻപിൽ നിങ്ങൾ ഇറങ്ങി എന്ത് ചെയ്യണ്ട? യുദ്ധം ചെയ്യണ്ട. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി
സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഒരാൾ കുറ്റം പറയട്ടെ, നിങ്ങളെ ഒരാൾ നിന്ദിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് രാത്രിക്കാലം നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട. അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ന്യായങ്ങളെ നടത്തുന്ന ഒരു തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അടുത്തത്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അവർ മിണ്ടാതിരിക്കുകയാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അതിന്റെ ആമേൻ ഹല്ലേലൂയ 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിച്ചു. 19-ാം വാക്യം മുതൽ. പുറപ്പാട്. എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി കടലിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ജനത്തിന് വേണ്ടി വലിയ അത്ഭുതം അവിടെ ചെയ്തു. ജനത്തിന് വേണ്ടി ചെങ്കടൽ എന്ന് പറഞ്ഞ ആമേൻ വലിയ ആമേൻ ഹല്ലേലൂയ ഒരു വലിയ ആമേൻ ഹല്ലേലൂയ വെള്ളം അല്ലെങ്കിൽ വലിയ മുക്കിക്കളയത്തക്കവണ്ണം തകർത്ത് കളയത്തക്കവണ്ണം അലയടിച്ചു നിന്നൊരു വലിയ ആമേൻ സമുദ്രത്തെ സ്വർഗം രണ്ടായി വിഭാഗിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ മരുഭൂമിയാക്കി മാറ്റിക്കൊണ്ട് സ്വർഗം തന്റെ ജനത്തെ ആമേൻ അക്കരെ കടത്തുകയാണ്. തമ്പുരാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞതാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അവൻ ഹല്ലേലൂയ നിങ്ങളെ തകർത്ത് കളയാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. മോശയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യോ, ആമേൻ, നീ ഭാരപ്പെടണ്ട. ഈ ജനം പിറുപിറുക്കുകയും നിന്നെ കുറ്റം പറയൊക്കെ ചെയ്യുന്നല്ലോ, നീ ഭാരപ്പെടണ്ട. നീ അത്ഭുതം കാണാൻ പോകുകയാ. നിന്റെ കയ്യിലിരിക്കുന്ന വടി ഈ ചെങ്കലിന് നേരെ നീ നീട്ട്. ഹല്ലേലൂയ. ഞാൻ അത്ഭുതം ചെയ്യാൻ ഹല്ലേലൂയ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശാലരി മോശ നീട്ടി, വടി നീട്ടി. ആമേൻ. ചെങ്കടൽ രണ്ടായി മാറി. ആമേൻ. അതിന്റെ നടുവിൽ കൂടെ ഈ 6 ലക്ഷം ജനം തന്റെ കഴുതകൾ, തന്റെ ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ ആമേൻ ആവശ്യമാകുന്ന സാധനങ്ങൾ സകലതുമായി ഈ വലിയൊരു ജനക്കൂട്ടം ആമേൻ ഈ ഹല്ലേലൂയ ചെങ്കടലിൽ കൂടി അക്കരെ കടക്കുകയാണ്. ഹല്ലേലൂയ. അക്കരെ കടക്കുകയാണ്. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ. അക്കരെ കടന്നതിന് ശേഷമാണ് ആമേൻ ഹല്ലേലൂയ ഇന്ന് നീ കണ്ട മിസ്രൈമിനെ യേശുവിന്റെ നാമത്തിൽ മോശയോട് പറയുന്നു, ഇന്ന് നീ കണ്ട ഈ മിസ്രൈമിനെ ആമേൻ നിന്നെ തകർത്ത് കളയും, നിന്നെ നന്മയിലേക്ക് വിടത്തില്ല. ആമേൻ ഹല്ലേലൂയ. നിന്നെ ഒരു കാരണവശാലും ആമേൻ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ വെല്ലുവിളിച്ചു നിന്ന ഈ ആമേൻ മിസ്രൈം ശക്തിയെ ഇനിയും നീ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ആ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി ഫറവോന്റെ സൈന്യവും അവന്റെ കുതിരപ്പടയും കടലിന്റെ നടുവിൽ അവർ വിചാരിച്ചു ഈ ജനം ആമേൻ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ഈ ജനത്തിന്റെ പിൻപേ കടന്നു ചെന്നോ ഞങ്ങൾക്ക് ഇവരെ പിടിക്കാം, ഇവരെ തകർത്ത് കളയാം, ഇവരെ ഇല്ലാതാക്കി കളയാം, ആമേൻ ഹല്ലേലൂയ ഇവരെ കൊന്നുകളയാമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ മിസ്രൈമിന്റെ ജനം ഹല്ലേലൂയ ഹല്ലേലൂയ സൈന്യമാകുന്ന ഒരു വലിയ ജനസമൂഹം ആമേൻ ഇവരെ പിന്തുടരുവാൻ വാഗ്ദത്തമുള്ളവനെ ആമേൻ പ്രാർത്ഥിക്കുന്നവനെ ആമേൻ തകർത്ത് കളയാൻ ഉപവസിക്കുന്നവനെ ആമേൻ മുട്ടുമടക്കുന്നവനെ ഹല്ലേലൂയ നിലവിളിക്കുന്നവനെ തകർത്ത് കളയാൻ ആമേൻ പിൻപേ കടന്നു പോകുകയാ. ആമേൻ ഹല്ലേലൂയ സമുദ്രത്തിന്റെ ആമേൻ നടുവിലേക്ക് അവർ ഇറങ്ങി ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവ കടലിലെ വെള്ളത്തെ അവരുടെ മീതെ ഹല്ലേലൂയ അവരുടെ മീതെ എന്ത് ചെയ്തു?
യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? രക്തത്താൽ ദയമെടുക്കുകയാ. അവൻ നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില സാലരി അന്ധകാരത്തെ അവൻ നിങ്ങൾക്ക് നേരെ അവൻ ഹല്ലേലൂയ അപവാദമായ ജനതിനെ അവൻ ഹല്ലേലൂയ മുക്കി കളയാൻ, അവൻ തകർത്ത് കളയാൻ, അവൻ ശൂന്യമാക്കി കളയാൻ അവൻ എന്റെ തമ്പുരാൻ നദിയായവനാണ്. അവൻ നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ജനം ആമേൻ, ആമേൻ. അവർ വാളും വടിയും കുന്തവുമായി ആമേൻ ഈ ജനത്തെ തകർത്ത് കളയാൻ ചെങ്കടലിന്റെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ സമുദ്രം അവരെ മൂടിക്കളയാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ സകല ചിന്തകളും അവന്റെ സകല ആഗ്രഹങ്ങളും അവൻ പറയുന്ന വാക്കുകളുണ്ട്. ഞാൻ പിൻചെല്ലും, അവരെ പിടിക്കും, അവരെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവരെ കാലിൽ കൊന്നുകളയും, അവരെ കാലിൽ കുത്തി കീറും, അവരെ വെട്ടിക്കളയും, അവരെ തകർത്ത് കളയും എന്നൊക്കെ ശത്രു വലിയ ആഘോഷത്തോടെ അവൻ പിന്നിൽ വന്നെങ്കിൽ ഇന്ന് രാത്രികാലം അവരെ തകർത്ത് കളയാൻ അവൻ എന്റെ തമ്പുരാനുണ്ട്. അവൻ ഇന്ന് രാത്രികാലം അവനെ തകർത്ത് കളയാൻ മതിയായവനാണ്. ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടി കടന്നു. ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ അവർ നടന്നുപോയി. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കൈയിൽ തപ്പെടുത്ത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അവർ ഒരുമിച്ച് 6 ലക്ഷം ജനം ഒരുമിച്ച് ആമേൻ ചെങ്കടലിൽ നിന്ന് അക്കരെ കടന്നു. നമ്മൾ വാക്യം കുറിവാക്യം നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിടും, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിടും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഒരു വലിയ ജനക്കൂട്ടത്തെ സ്വർഗം ആമേൻ ചെങ്കടലിനകത്തൂടെ. ഹല്ലേലൂയ. ഒരിക്കലും സാധിക്കത്തില്ല, ഒരിക്കലും ഇതിനകത്തളങ്ങളിൽ നിങ്ങൾക്ക് അവൻ ഹല്ലേലൂയ ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇതിനകത്തളങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഇവിടെ കൊണ്ട് നിങ്ങൾ തീരുകയാണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ശത്രുവിന്റെ മുൻപിൽ നിന്ന് സ്വർഗം ഈ ചെങ്കടനെ 2ആയി വിഭാഗിച്ചുകൊണ്ട് ഈ ജനത്തെ അക്കരെ കടത്തുമ്പോൾ അവൻ അവരുടെ സകല സാമഗ്രികളുമായി അവർ അക്കരെ കടക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവരെ തകർത്ത് കളയാൻ, അവരെ ഇല്ലാതാക്കി കളയാൻ കടന്നു വന്ന മിസ്രയീം ജനത്തെ അവർ കാണുന്നില്ല. അവർ ചെങ്കടലിൽ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല, ദൂരേക്ക് നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. സകലത്തെയും ചെങ്കടലിന്റെ അടിയിൽ അവൻ തകർത്ത് കളഞ്ഞ ഒരു ദൈവത്തെ അവർ അന്ന് കാണുവാനിടയായി തീർന്നു. അന്ന് ആ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീർന്നു. അന്ന് ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ അവർ കാണുവാനിടയായി തീർന്നു. അവരക്കരെ കടക്കുമ്പോൾ സഹോദരിയായ മിരിയാമിനെ കുറിച്ച് അവിടെ പാടുന്നു. അതിൽ പറയുന്ന വാക്കാണ്, ഒന്ന് വായിച്ചു. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കൈയിൽ തപ്പെടുത്ത്. ഹല്ലേലൂയ. മിരിയാം ഇതെല്ലാം കണ്ട് ആരും പറയുന്നില്ല, ആരും അവരോട് പറഞ്ഞില്ല, നീ ഒരു പാട്ട് പാട്, നീ ഒന്ന് സന്തോഷിക്കുക, നീ ഒന്ന് ആനന്ദിക്കുക, നീ ഒന്ന് തുള്ളിച്ചാട്, ഈ രക്ഷ കണ്ടതല്ലേ, ആരും അവരോട് പറഞ്ഞില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം അവൾ കണ്ടപ്പോൾ, ദൈവത്തിന്റെ വിടുതൽ അവൾ കണ്ടപ്പോൾ. ഹല്ലേലൂയ. കഴിഞ്ഞ ചില സെക്കൻഡുകൾ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ സ്വർഗം വിടുവിച്ചു ഓർക്കുമ്പോൾ, സ്വർഗം വിടുവിച്ചു കൊണ്ടുവന്നത് ഓർത്തപ്പോൾ, സ്വർഗം അവളെ നടത്തി ഓർത്തപ്പോൾ, ഹല്ലേലൂയ സ്വർഗം അത്ഭുതത്തെ ചെയ്തു ഓർത്തപ്പോൾ, അസാധ്യങ്ങളെ പറഞ്ഞ ആ അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റിയത് കണ്ടപ്പോൾ ആമേൻ അത് അനുഭവിച്ചവർ അവർ തപ്പെടുത്തു. യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ അവർ തപ്പെടുത്തു, ആമേൻ നൃത്തം ചെയ്തു, ആമേൻ യഹോവയെ മഹത്വപ്പെടുത്താനിടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ ഈ രക്ഷ നമുക്ക് തന്നത് ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തും. എത്രയോ പേര് ഈ ദേശത്ത് പാർക്കുന്നു, എത്രയോ പേര് ദേശത്തുണ്ട്.
ആമേൻ ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, ആമേൻ ഹല്ലേലൂയ ഈ മഹാഭാഗ്യത്തെ അനുഭവിക്കാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഈ മഹാഭാഗ്യം സ്വർഗം തന്നെങ്കിൽ ആമേൻ നിനക്കൊരു പുതിയ പാട്ട് പാടാൻ അതിൽ കാരണമുണ്ട്. ഹല്ലേലൂയ. പോരാ, ആമേൻ ഹല്ലേലൂയ. അനേകർ നരകത്തിന്റെ വാതിലിലേക്ക് ആമേൻ ഹല്ലേലൂയ കടന്നു പോകാൻ ആമേൻ നിൽക്കുമ്പോൾ നിനക്കൊരു നിത്യതയുടെ വാതിൽ തുറന്നു തന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിനക്ക് പാടാതിരിക്കാൻ അധികം കഴിയത്തില്ല. ഒരു പുതിയ പാട്ട് പാടാൻ നിനക്ക് കാരണമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കൈമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന്റെ തകർച്ചയെ കണ്ട്, ആമേൻ ശത്രുവിന്റെ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ അവന്റെ ആമേൻ ഹല്ലേലൂയ നാശത്തെ കണ്ട്, ആമേൻ നീ ആമേൻ കണ്ട്, ആമേൻ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ ആമേൻ ഹല്ലേലൂയ 92-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. എന്റെ ശത്രുക്കളെ കണ്ട് ഞാൻ രസിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് നേരെ ആമേൻ ഹല്ലേലൂയ വിളിച്ചു നിന്ന ശത്രുവിന്റെ ആമേൻ ഹല്ലേലൂയ തകർച്ചകളെ കണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ? രാത്രികാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ ഹല്ലേലൂയ അവന് ഒരു പുതിയ പാട്ട് പാടുവീ. അവനൊരു പുതിയ പാട്ട് പാടുവീ. എന്തിനാണ് പുതിയ പാട്ട് പാടുന്നത്? അവൻ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പല സമയങ്ങളിൽ എന്റെ ജീവിതത്തിൽ മരണകരമായിരിക്കുന്ന പ്രതിസന്ധികൾ ശത്രു കൊണ്ടുവന്നു. ആമേൻ ഹല്ലേലൂയ. സ്വർഗ്ഗം എന്നെ വിടുവിച്ചു, സ്വർഗ്ഗം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. എന്റെ തലമുറയുടെ നേരെ ആമേൻ പല ഹല്ലേലൂയ സമയങ്ങളിൽ ആമേൻ ശത്രു ആമേൻ തകർത്ത് കളയാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ആമേൻ എന്റെ ദൈവം എന്റെ തലമുറയെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ അതുകൊണ്ട് എനിക്കൊരു പുതിയ പാട്ട് കർത്താവിന് പാടാൻ വകയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് ഒരു പുതിയ പാട്ട് കർത്താവിന് പാടാം. നമ്മുടെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. പുറകോട്ട് നമ്മളൊന്ന് നോക്ക്. ആമേൻ പുറകോട്ട് നമ്മളൊന്ന് ചിന്തിക്ക്. ഹല്ലേലൂയ. ആമേൻ എത്രയോ ആമേൻ ഹല്ലേലൂയ വിപത്തുകളിൽ നിന്ന് സ്വർഗ്ഗം നമ്മളെ വിടുവിച്ചു. എത്രയോ ആമേൻ ഭാരങ്ങളിൽ നിന്ന് സ്വർഗ്ഗം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ ശത്രു നമ്മളെ ഹല്ലേലൂയ വരിഞ്ഞു മുറുക്കി കെട്ടിയ സ്ഥാനങ്ങളിൽ നിന്ന് അവൻ നമ്മളെ അടിച്ചു പുറത്തു കൊണ്ടുവന്നില്ലേ? അവൻ ഈ സമാധാനം സന്തോഷം നമുക്ക് തന്നില്ലേ? ഇന്ന് രാത്രികാലം അവന് പുതിയ പാട്ട് നമുക്ക് പാടാം. അവന് പുതിയൊരു ആമേൻ ഹല്ലേലൂയ പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ എന്താണ് പുതിയ പാട്ട്? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവൻ ചെയ്തതൊക്കെയും സ്തോത്രമെന്ന യാഗം അർപ്പിക്കുകയാണ്. ആ പുതിയ പാട്ട് ഇന്ന് രാത്രികാലം പറ. കർത്താവേ നീ നടത്തിയതിന് സ്തോത്രം. കർത്താവേ നീ തന്ന നന്മയ്ക്കായി സ്തോത്രം. കർത്താവേ നീ തന്ന ആരോഗ്യത്തിനായി സ്തോത്രം. കർത്താവേ നീ എന്നെ ജീവനുള്ള ദേവിയാക്കി ഈ ഭൂമിയിൽ നിർത്തിയതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം അവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ ഇന്നത്തെ ഈ ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ജോണച്ചാൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അപ്പച്ചന് ആശീർവാദം പറയും. പ്രാർത്ഥിക്കാൻ നമുക്ക് ഹല്ലേലൂയ. സ്നേഹത്തിനായി ഹല്ലേലൂയ. കർത്താവിന്റെ സമ്പൂർണ്ണ കർത്താവേ നീ അവിടുത്തെ ഞങ്ങളെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച് കർത്താവേ ഞങ്ങൾ വേണ്ടതായ കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന പാടുവാൻ പ്രാർത്ഥിക്കാൻ നിന്റെ മഹാശക്തികൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം കർത്താവേ സഹായിച്ചു
സഹായിച്ചല്ലോ. ദൈവമക്കളെ ഓരോരുത്തരും പേര് പേരായി വ്യക്തികളായി കുടുംബങ്ങളായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നല്ലോ കർത്താവേ. പ്രയാസമായിരുന്നവരോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂർണ്ണമായ ആശ്വാസവും സമാധാനവും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് അഭിപ്രായമോട് പ്രാർത്ഥിക്കുന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദേശത്തിന് വേണ്ടി നടക്കുവാൻ കർത്താവേ ഞങ്ങളെ നീ ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ വൻകൃപയ്ക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നതോ മാറ്റമില്ലാത്ത വചനങ്ങൾ പറയുവാൻ കഴിയണം. അതുപ്രകാരം ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൽ കൂടി കർത്താവേ അത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാണ്. സ്തോത്രം കർത്താവേ. എത്രത്തോളം നീ അവിടുന്ന് കാത്തു സൂക്ഷിച്ച് പരിപാടിയിലേക്ക് അയച്ചു കർത്താവ് കടന്നു പോകുന്നല്ലോ കൂടിയിരിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിട്ടാട്ടെ യേശുവിൻ നാമത്തിൽ വിളിക്കുന്ന പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തെ സ്നേഹമുള്ളവനായ കർത്താവിന്റെ സഹവാസം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എല്ലാ മീറ്റിങ്ങുകളിലും ഉപവാസ പ്രാർത്ഥനയിലും ആമേൻ കടന്നു വന്ന ജനത്തിന്റെയും കർത്താവിന്റെ രണ്ടാമത്തെ പരിപാടി ഉണ്ടായിരിക്കുമാറാകട്ടെ. മരിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. പ്രാർത്ഥന വിഷയം വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞ് സ്തോത്രം പറയാം. നമ്മുടെ ദേവസഭന്റെ സഹോദരിയുടെ വസ്തുവിൻ്റെ അളവിനെ കുറിച്ച് അതിന് ചില തടസ്സങ്ങളും ചില പ്രതിസന്ധികളുമുണ്ട്. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രതിസന്ധികളല്ല, അല്ലെങ്കിൽ മറ്റൊരു രണ്ട് കൂട്ടരും കൂടെ തമ്മിൽ ഒരു വാക്ക് തർക്കമോ അങ്ങനെയുള്ള വിഷയങ്ങളല്ല. രണ്ടു കൂട്ടരും കൂടെ അത് ഒരുമിച്ച് തമ്മിൽ ഒരു ഐക്യതയോടെ ആ കാര്യങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളും വരരുത്. ആ രണ്ട് ഒരു രസം എന്ന് പറയുമ്പോൾ രണ്ട് കക്ഷികൾ കാണുന്നുണ്ട്. ആ രണ്ട് കക്ഷിക്കാരും ഒരുമിച്ച് ഒരു മനസ്സോടെ ആ കാര്യങ്ങൾ പരസ്പരം ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കാലം ഇടപെടേണ്ടത്. ആരും വെല്ലുവിളിയായിട്ട് നിൽക്കരുത്, ആരും അതിന് തടസ്സമായി നിൽക്കരുത്. ആമേൻ. ദൈവം ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യനെ രാപ്പാർക്കാൻ തന്നതാണ്. ആമീൻ. നമുക്കതിനകത്തളങ്ങളിൽ പാർക്കുവാൻ മാത്രമുള്ള അവകാശമേ ഉള്ളൂ. ആമീൻ. ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് ആമീൻ ആരും ഒരു ദോഷം വരാതെ, ആരുടെയും ജീവിതത്തിൽ ഒരു ദോഷം വരരുത്. ദൈവം ആ കാര്യങ്ങൾ ന്യായമായി ചെയ്യേണ്ടത്. ആമീൻ. രണ്ടു കൂട്ടർക്കും ഒരു ദോഷം വരാതെ ന്യായമായി ചെയ്യേണ്ടതിന് ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിക്കാണ് ഒരു വാക്കൂടെ ആ കാര്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ. ആമീൻ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളെ കേൾപ്പിച്ചു. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഭൂമി അങ്ങയുടേതാണ്, ആ പാദപീഠമാണ് കർത്താവേ. സ്വർഗം ആമീൻ, ആ പാദം അങ്ങ് ഈ ഭൂമിയിൽ ചവിട്ടിയിരിക്കുന്നു. ആ പാദപീഠത്തിൽ ഞങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവരുടെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാര്യങ്ങൾ അളന്ന് കാര്യങ്ങൾ തിരിച്ച് ആമീൻ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ആമീൻ മറ്റുള്ളതായിരിക്കുന്ന ഒരു വൈഷമ്യങ്ങളും ഇല്ലാതെ രണ്ടു കൂട്ടരുടെയും ഹൃദയത്തോട് സ്വർഗം ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം സ്വർഗം ഇന്ന് രാത്രികാലം രണ്ട് വ്യക്തികളോടും ഹൃദയത്തോട് സ്വർഗം സംസാരിക്കും. ആമീൻ. ന്യായമായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ പിന്നിൽ ആമേൻ ഹല്ലേലൂയ മാനുഷ്യമായ മനുഷ്യനെ ആമേൻ ഹല്ലേലൂയ ആമേൻ ശത്രുവാക്കി മാറ്റുന്ന ആമീൻ വെല്ലുവിളി അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവന്ന് ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ തകർത്ത് കളയാൻ തമ്മിൽ ഹല്ലേലൂയ തകർത്ത് കളയത്തക്കവണ്ണം വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഇന്ന് രാത്രികാലം അതിനെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ രണ്ട് വ്യക്തികളുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അന്ധകാര ശക്തിയുടെ വ്യാപാരം ഹല്ലേലൂയ കടക്കുവാൻ സ്വർഗം അനുവദിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇടപെടട്ടെ. ആമീൻ. ആ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ ചെയ്ത് ആമീൻ ഒരു സന്തോഷത്തോടെ ആമീൻ ഹല്ലേലൂയ അയൽവാസികളായിരിക്കാം, ആമീൻ ദൂരെ താമസിക്കുന്നവരായിരിക്കാം, ആരോ ആയിക്കോട്ടെ, അവർ പരസ്പരം സന്തോഷത്തോടെ ആമീൻ ആയിരിക്കാൻ ദൈവത്തിന്റെ മഹത്വം അതിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടത്. നമ്മൾ ഒരുമിച്ച് ആമീൻ ആ വിഷയത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സന്ധ്യാസമയം ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുന്നതിനായി. ഹല്ലേലൂയ. ആമേൻ.
ചായ ഉണ്ടേ കുടിച്ചിട്ട് പോകാം. ഞാൻ മറ്റേ മീറ്റിംഗ് പ്രാർത്ഥിക്കാം. ഇവരെയൊന്നും പകലാണെന്ന് Gracias.